മണിയൻ സാർ ഒന്നിച്ച് ഒരു സമരകാലത്ത് ഇവിടെ വന്നിരുന്ന് കവിതാലാപനം നടത്തി ആത്മകഥകൾ നടത്തി തിരിച്ചുപോയ പുളിങ്കുഴി, എന്നാൽ തലനാടിൻ്റെ സൈലൻ്റ് വാലി എന്ന് വേണമെങ്കിൽ പറയാം. പുളിങ്കുഴിയുടെ നീല മേലാപ്പം കൂടെ നമുക്ക് എടുക്കാം. പാമ്പും പല്ലിയും പഴുതാരയും ഉടുമ്പും കീരിയും എല്ലാം ഇവിടെയുണ്ട്. കാട്ടുമാക്കാനും ഒക്കെ ഇവിടെ പാർക്കുന്നത്. ഇഞ്ചിയുണ്ട്, ഇഞ്ചപ്പടപ്പ്. ഇപ്പം ആർക്കും ഇഞ്ചയും വേണ്ട, താളിയും വേണ്ട. കുളിക്കുന്നത് തന്നെ പൈപ്പിൻ്റെ ചുവട്ടിലും. വെള്ളമില്ലല്ലോ. രണ്ടുപേരും ഇവിടെ വന്ന് ഇരുന്നിട്ടുള്ളതാണ്. അന്ന് ഇരുമ്പിപ്പായുന്ന തോടുണ്ട്. ഈ തോട്ടിൽ ഈ കുഴി എന്ന് പറയുന്നത് ഇഷ്ടംപോലെ വെള്ളം, നമ്മൾ ഇതിനകത്ത് ചാടുമായിരുന്നു. കാലത്ത് ഒക്കെ ഒക്കെ ചെയ്യുമായിരുന്നു. അതുമാത്രം വെള്ളം ഇവിടെ തങ്ങി നിന്നിരുന്നു. ഇത് പുളിങ്കുഴി എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് കാരണമുണ്ട്, ഇവിടെ 2-3 വലിയ പുളിമരങ്ങളുണ്ടായിരുന്നു. പുളി എന്ന് പറഞ്ഞാൽ കൊടംപുളി. ഈ കൊടംപുളി ഏകദേശം ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് പഴുക്കും. പഴുത്തിട്ട് ഇത് ഈ തോടെ ഒഴുകി വരും. താഴെ ഞങ്ങൾ കുറേ കുട്ടികൾ അല്ലെ വലിയവരുമൊക്കെ ചിറ കെട്ടി അത് പിടിക്കുമായിരുന്നു. പിടിച്ചിട്ട് ഉണങ്ങി പുളി ഉണ്ടാകും. ഈ ചിറ കെട്ടുന്നത് എങ്ങനെയാണ് സാറേ? ചിറ കെട്ടുന്നത് ഈ തോടിൻ്റെ ഒഴുക്കിന് എതിരായിട്ട് നമ്മൾ മണലൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് കല്ലുകളെടുത്ത കുട്ടികളായിരുന്നു. അപ്പോൾ അത് ചാടാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ചെക്കിടാൻ പോലെ ഉണ്ടാക്കും. ഇലയൊക്കെ ഇല, ചവറുകൾ, ഈ കമ്മ്യൂണിസ്റ്റ് പിള്ളേർ അതൊക്കെ എവിടുന്നേലുമൊക്കെ നമ്മൾ കുട്ടികൾ കൊണ്ടുവന്ന ഒരാൾ വെള്ളമൊക്കെ കെട്ടി നിർത്തുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ചാടുക എന്ന് പറയുന്നത് ഒരു രസം തന്നെയാണ്. അങ്ങനെ ആ പുളിങ്കുഴി എന്ന് പേര് വന്നത് അങ്ങനെയാണ്. അവിടെ ഈ പുളി ഉണ്ടായിരുന്നു. പുളി ഒഴുകി വന്ന് ആ പുളി മരങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈ മുകളിൽ നിൽപ്പുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. നീല മേലാപ്പിൻ്റെ മനുഷ്യൻ അധികം ഇറങ്ങിച്ചെല്ലാത്ത ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളും ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ നമ്മളിപ്പോൾ ഒന്നിനെയും കണ്ടില്ല. കീരിയൊക്കെ ഉണ്ട്. കീരിയുണ്ട്, ഉടുമ്പുണ്ട്, പാമ്പുണ്ട്. അപ്പോൾ നമ്മളിതുവരെ പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇത് കടുത്ത വേനലിൽ ഈ നീർക്കോലി പോലെയുള്ള പാമ്പുകൾ സുലഭമായിട്ട് തോട്ടിൽ കൂടെ ഉണ്ടായിരുന്നതാണ്. അത് നശിച്ചു പോയി കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എപ്പോഴും വല്ല ചേരപ്പാമ്പിനെ കണ്ടെങ്കിലായി. അത്രയേ ഉള്ളൂ. മണി സാറേ, ഇതിൻ്റെ മുകളിലല്ല നമ്മുടെ പഴയ ഭരണിക്കുഴി? എനിക്കിവിടെ ഇരിക്കാൻ തന്നെ പാമ്പ് പറഞ്ഞ് വരുമെന്നവർക്ക്. നമുക്ക് ഇത് പുളിങ്കുഴി. ഈ പുളിങ്കുഴിയുടെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് കയറി പോകുമ്പോൾ എതിലേ പോകാമെന്ന് അറിയത്തില്ല. ഞാനും പോയിട്ട് ഒത്തിരി കാലമായി. നമുക്ക് ആ ഭരണിക്കുഴി പോവാം. ഭരണിക്കുഴി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം അത് വരുന്ന കാണുമായിരുന്നു. ഈ ഭരണിക്കുഴി ഒരാൾ ഏകദേശം 5 അടി, അത് ഒരു ഭരണിയുടെ വലുപ്പത്തിൽ ചെരിഞ്ഞ് വരുന്ന പാറക്കെട്ടിന് നടുക്ക് ഈ കുഴിയുണ്ട്. ആ കുഴിയിൽ സാർ ഓർക്കുന്നുണ്ടോ? അന്ന് നിന്നപ്പോൾ സാർ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇന്ന് ആ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു അമൂല്യ നിധിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ പോകാം. ശരി, നമുക്ക് പോയി നോക്കാം. പോയി നോക്കി കഴിഞ്ഞ് ഭരണക്കുടിയുടെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ശരിയാട്ടെ. ആരുടെയോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വെട്ടി നശിപ്പിച്ച് വർഷങ്ങളായി കിടക്കുന്ന ഒരു ഇലിപ്പ മരത്തിൻ്റെ തടി, അത് കുശിത്ത് പോയിട്ടില്ല. അത്രയേറെ ഹാർഡാണത്. അതിൻ്റെ കുറ്റിയിൽ നിന്ന് തളുത്ത് വരുന്ന ഇളം നാമ്പുകളെ നമുക്ക് കാണാൻ പറ്റും. വെട്ടിയിട്ട മരക്കുറ്റിയിൽ ഇനി വളരുന്ന പുതുനാമ്പുകൾ പ്രതീക്ഷയ്ക്ക് വക നൽകുമോ ഇല്ലയോ ആർക്കറിയാം. മനുഷ്യൻ്റെ സ്വാർത്ഥലാഭം എത്രത്തോളം ആകാം. മണിയൻ സാറിൻ്റെ സ്വപ്നം. കാരണം നമുക്ക് ഈ വിവരണമൊക്കെ തരുന്ന ഞങ്ങളുടെ മണിയൻ സാറിൻ്റെ
വീട് അല്ലെ സാറ് പറയുന്ന സാറിൻ്റെ കൊട്ടാരം. 50 കൊല്ലം മുമ്പ് 50 ഇവിടെ വരുമ്പോൾ ഇതൊരു അതെ, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഒരു വീടുണ്ടായിരുന്നു, ചെറ്റെന്ന് പറയണ്ട സാറേ. അന്ന് ഒരു വീടുണ്ടായിരുന്നു, മൺകട്ട വെച്ചൊരു വീട്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. കയ്യേറ്റം അവസാനിക്കുന്നില്ല, അക്രമവും. നമുക്ക് ഇറങ്ങാം. ഈ നീരുറവകളുടെ കാര്യമേ. ഏതോ മലയുടെ മുകളിൽ നിന്ന്. അതെ അതെ, ഓരോ തുള്ളിയും സംഭരിച്ചിട്ടാണ് അവൻ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒഴുകി വരുന്നത്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. ഡിസ്കവറി ഒരച്ഛൻ അതിനകത്ത് മലയാളം സെക്കൻഡ് പേപ്പർ ആയിട്ടായിരുന്നത്. മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ട് വന്ന ഒരു കല്ല് എത്ര സ്മൂത്തായിട്ട്. കല്ലിനുമുണ്ടൊരു കഥ പറയാൻ. അതെ അതെ, അത് തന്നെ. ആ കഥ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓ, കല്ലിനുമുണ്ടൊരു കഥ പറയാൻ. ഹതഭാഗ്യനായ ഒരു ഞണ്ട്, പ്രകൃതി അതിന് വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന ഒരു റീത്ത്. നരിയോ പാക്കാനോ ആരോ പിടിച്ച് കൊന്നതാണ്, കഴിക്കാൻ പറ്റിയിട്ടില്ല. അവൻ്റെ അന്ത്യം അങ്ങനെയായി. പക്ഷേ അത് കഴിക്കാനായിട്ട് പ്രകൃതിയുടെ ചില ആളുകളുണ്ട്. അവർ ചില ശേഷിപ്പുകൾ മാത്രമായി വച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ തിന്നും. നല്ല തെളിയിലായില്ലേ? ഭ്രാന്തന്മാർക്ക് എന്നെ പറ്റി നോക്കും. ഭ്രാന്തന്മാർക്ക് എന്നെ പറ്റി നോക്കും. മനുഷ്യൻ നശിച്ചാലും മനുഷ്യൻ പൂർണ്ണമായിട്ട് ഉടനില്ല ആയാലും ഈ സ്ഥിതി ഇതുപോലെ നിലനിൽക്കും. മനുഷ്യന് എന്തൊക്കെ കിട്ടിയാലാ ഈ ആർത്തി തീരുക? പ്രകൃതിക്ക് കിട്ടിയ ഒരു വരദാനമാണ്. ഇതുപോലെ അനേകം കുഴികൾ ഈ തോട്ടിലുള്ള ഇതുപോലെ നീക്കി നമ്മൾ ഇത്രയും സഞ്ചരിച്ചെങ്കിലും നീങ്ങി കുളിക്കാൻ പറ്റിയ ഒരു കുഴി ഇത് മാത്രമേ ഉള്ളൂ. നല്ല പരിശുദ്ധമായ വെള്ളം. ഈ കുഴിയിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിലെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇത് ഈ നീരുറവ ഇതിലെ ഈ രണ്ട് മലകൾക്കിടയിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച് പിന്നെ ഈ പേരിടയിലാണ് ഇപ്പോൾ മലകൾക്കിടയിലൂടെ രണ്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇവിടെ സഞ്ചരിച്ച് മനുഷ്യൻ മദ്യപിക്കും ആയിക്കോട്ടെ, പക്ഷെ കുപ്പിച്ചില്ല. മനുഷ്യന് ഉപദ്രവം വരാത്ത രീതിയിലെങ്കിലും ഒന്ന് മാറ്റിയിടണ്ടേ?
ആഹ്ലാദിക്കുക. ഈ കുപ്പി തല്ലിപ്പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ആഹ്ലാദം, അതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു ആനന്ദം. വിവേകമില്ലാത്ത ഒരു തലമുറ. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും സാറേ ഇവിടെ വാസം യോഗ്യമോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. അതെ, ഇവിടെ വാസം യോഗ്യം അടുത്ത തലമുറയ്ക്ക് അല്ലേ? അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രകൃതി. അതെ, എന്തെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമോ? പക്ഷേ പ്രകൃതി അത് ചെയ്യുന്നുണ്ട്. മനുഷ്യനോ അതിൻ്റെ അതിനെ നശിപ്പിക്കുക. കുഴൽക്കിണർ ഒരു കാരണവശാലും അനുവദിക്കരുത്. മരിക്കാൻ കിടക്കുമ്പോൾ അവൻ്റെ തലയ്ക്കൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കാറുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അത് ആ മരണമടയുന്നതിന് തൊട്ട് മുമ്പ് അത് വായിലോട്ട് ഒടിച്ചു കൊടുക്കും അവസാന ഇതായിട്ട് എന്ന് പറഞ്ഞ പോലെ പ്രകൃതി അതിൻ്റെ അവസാനം എന്നാണോ അന്ന് ഉപയോഗിക്കാൻ വേണ്ടി കാത്തു സൂക്ഷിച്ച സാധനമാണ്. ഭൂഗർഭജലത്തിൽ ഒരിക്കലും സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഭൂഗർഭ അറകളിൽ അതിവിദഗ്ധമായിട്ട് സംഭരിച്ച് പ്രകൃതി വെച്ചിരിക്കുകയാണ് ആ വെള്ളം. ആ വെള്ളമാണ് ഊറ്റിയെടുക്കുന്നത് കുഴൽക്കിണറുകൾ. അത് ഒരു കാരണവശാലും അനുവദിക്കരുതാത്തതാണ്. ഭ്രാന്തന്മാർക്ക് എന്നെ പറ്റി നോക്കും. ഭ്രാന്തന്മാർക്ക് എന്നെ പറ്റി നോക്കും.